Razi Visions, the guide of madrasa students. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പമാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 1ാം ക്ലാസ്സിലെ തഫ്ഹീമു തിലാവ ഖിറാഅത്ത് പരീക്ഷയുടെ അഥവാ തഫ്ഹീം വായന പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. സാധാരണ അധിക പരീക്ഷകളിലും ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ പേരുകൾ പറയാൻ വേണ്ടി പറയാറുണ്ട്, വായിക്കാനൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ ചിത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വാക്കുകൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ചിത്രങ്ങളും അതിൻ്റെ കൂടെ അതിൻ്റെ വാക്കുകളെ ചില അക്ഷരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബാക്കി നമ്മൾ പൂരിപ്പിച്ച് വായിച്ചു കൊടുത്താൽ മതി. ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നോക്കൂ, ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു ഗേറ്റിൻ്റെ ചിത്രമുണ്ട്, പിന്നെ ഒരു മീനിൻ്റെ ചിത്രമുണ്ട്, പിന്നെ പൂട്ടിൻ്റെ ചിത്രമുണ്ട്, പിന്നെ ചക്കയുടെ ചിത്രമുണ്ട്, പിന്നെ ഒരു മാൻ്റെ ചിത്രമുണ്ട്. ഇതിനൊക്കെ അറബി പേരുകൾ നിങ്ങൾക്ക് അറിയണ്ടാവും. ഇനി കംപ്ലീറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ അതിൻ്റെ ചില അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി അക്ഷരങ്ങൾ പൂരിപ്പിച്ച് വായിച്ചാൽ മതി. നോക്കൂ, ഗേറ്റിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് എന്ത്, ദർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഗേറ്റിന് എന്താ നമ്മൾ പഠിച്ചത്, ദർബൻ എന്ന് പഠിച്ചല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ദർബ് എന്ന് വായിച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങോട്ട് ഇവിടെ നിന്ന് എഴുതി തരാം. ഇത് എഴുതേണ്ട പരീക്ഷയല്ല, വായിക്കേണ്ട പരീക്ഷയാണ്. എങ്കിലും ഏതാണ് ആ വാക്ക് എന്ന് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങോട്ട് ജസ്റ്റ് എഴുതി തരണമെന്ന് മാത്രം. അപ്പോൾ ദർബുൻ എന്നാണ് ഗേറ്റിന് പറയുമ്പോൾ ദർബുൻ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ അടുത്തത് മീനാണ്, മത്സ്യം അല്ലേ. മീനിന് എന്താ പറയുക, ഇവിടെ സാമ എന്ന് കൊടുത്തിട്ടുണ്ട്, സാമ. അപ്പോൾ നമ്മൾ ഏതാ കൂട്ടി കൊടുക്കുക, മീനിന് എന്താ പറയുക, സമക്കുൻ എന്നല്ല പറയാം. അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ സമ കുന്നാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സമക്കുൻ എന്നാണ് പറയുക. അപ്പോൾ വായിച്ചു കൊടുത്താൽ മതി. വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നു എന്ന് മാത്രം. പിന്നെ പൂട്ടിന് എന്താ പറയുക, ഇവിടെ ഒഗല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ ബാക്കി ഒരു അക്ഷരം ഉണ്ട്. എന്താണ് പൂട്ടിന് പറയുക, ഒഗല്ല കുന്ന് പഠിച്ചല്ലേ. അപ്പോൾ ഇവിടെ ഖാഫാണ് ചേർക്കാനുള്ളത് അല്ലേ. ഒഗല്ല കുൻ, ഖാഫ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒഗല്ല കുന്നെന്നായി പൂട്ടിന്. പിന്നെ ചക്കക്ക് എന്താ പറയുക, ഫന. ഇവിടെ ഫന എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ 1-2 അക്ഷരങ്ങൾ അവിടെ തന്നാലേ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും അല്ലേ. ഫന എന്നുണ്ടായതുകൊണ്ട് നമുക്കറിയാം എന്ത് ചെയ്യുക, ഫന സുൻ എന്നാണ് അല്ലേ. അപ്പോൾ സുന്ന് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ പേരായി ഫന സുൻ. പിന്നെ മാനിൻ്റെ ചിത്രത്തിന് മാനിന് എന്താ പറയുക, ഇവിടെ ലബ് എന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. യുൻ എന്ന് ചേർത്ത് കൊടുത്താൽ മതി, ലബ് യുൻ എന്നാണ് അപ്പോൾ മാനിന് പറയാം, ലബ് യുൻ. അപ്പോൾ ഗേറ്റിന് ദർബുൻ എന്ന് പറഞ്ഞു കൊടുക്കാം, മീനിന് സമക്കുൻ, പിന്നെ പൂട്ടിന് ഒലക്കുൻ, ചക്കക്ക് ഫനസുൻ, മാനിന് ലബിയുൻ. അപ്പോൾ അങ്ങനെ വായിച്ചു കൊടുക്കാം. പിന്നെ രണ്ടാമതായിട്ട് ഇവിടെ അടുത്തൊരു ആക്ടിവിറ്റി വന്നത് ചിത്രത്തിലുള്ള പദങ്ങൾ വായിക്കാം. ഇവിടെ ഒരു 5-6 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, 7 ചിത്രങ്ങളായിട്ടുണ്ട്. ഇതിലൊക്കെ ഓരോ വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ആ വാക്കുകൾ വായിച്ചു കൊടുക്കാനാണ്. കുട്ടികൾ പല വിധത്തിലേക്കാരും ചിലപ്പോൾ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ മൊത്തത്തിൽ സ്പീഡിൽ ഒന്നിച്ച ആ വാക്കുകൾ വായിക്കാൻ സാധിക്കുന്നവരുണ്ടാവും. അവരങ്ങനെ തന്നെ വായിക്കുക. അതല്ല, ചിലപ്പം ചില അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടി വായിക്കാൻ അറിയുന്നവരായിരിക്കും, അവരങ്ങനെ വായിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ വാക്ക് എന്താണ്, ഇത് ഫസ്റ്റ് ഇ, പിന്നെ ജ്, ലി, സ് എന്നുണ്ട്. അതെങ്ങനെ വായിക്കും, ഇജ്ലിസ് എന്നാണല്ലേ, ഇജ്ലിസ് അങ്ങനെ വായിക്കാം. പിന്നെ അടുത്ത എന്താ, നി സബുൻ, നി സബുൻ. അപ്പോൾ അങ്ങനെ കൂട്ടി വായിക്കും, നി സബുൻ എന്ന് വായിക്കാം, നി സബുൻ. അടുത്തത് കബുൻ അല്ലേ. അപ്പോൾ എങ്ങനെ വായിക്കും, കബുൻ. കിട്ടണില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഓരോ അക്ഷരങ്ങൾ ആദ്യം ഇങ്ങനെ വായിച്ചിട്ട് പിന്നെ അത് കൂട്ടി ചേർത്തിട്ടാണ് വായിച്ചാൽ മതി, കബുൻ. പിന്നെ അടുത്തത് രി. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കസർ വന്നാൽ പിന്നെ അതിൻ്റെ നീട്ടാൻ യാ കൊടുക്കണം എന്ന്. ഇവിടെ യാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മരീലൻ അല്ലേ,
മരീളൻ. പിന്നെ അടുത്തത് എന്താണ്? സുൻദൂഖുൻ അല്ലേ? അപ്പോൾ അങ്ങനെ വായിക്കും സുന്ദൂഖുൻ, സുന്ദൂഖുൻ. അടുത്തത് ഫീ, അതാ യാ കസറുണ്ടായത് കൊണ്ട് യാ കൊണ്ട് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫീ കുറച്ച് നീട്ടി പറയണം. ലഹ്ലിൻ എന്നാണ് അല്ലേ? ഫീ ലഹ്ലിൻ, ഫീ ലഹ്ലിൻ എന്ന് വായിക്കാം. അടുത്തത് ശ്രദ്ധിക്കുക. ഖാ, അതാ ഫത്തഹ് വന്നതുകൊണ്ട് അലിഫ് കൊണ്ട് നീട്ടി ഖാതമു, ഖാതമു. പിന്നെ ദഹബിൻ, ദഹബിൻ. അത് മൊത്തത്തിൽ അങ്ങനെ കൂട്ടി വായിക്കും ഖാതമു ദഹബിൻ, ഖാതമു ദഹബിൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ വായിക്കാം. ഫസ്റ്റത്തത് ഇജ്ലിസ്, പിന്നെ നിസബുൻ, പിന്നെ കബ്കബുൻ, പിന്നെ മരീളൻ, പിന്നെ സുന്ദൂഖുൻ, പിന്നെ ഫീ ലഹ്ലിൻ, ലാസ്റ്റ് ഖാതമു ദഹബിൻ. നമ്മുടെ പുസ്തകത്തിൽ ഇഷ്ടം പോലെ 100 കണക്കിൽ വാക്കുകളുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഏതാണ് വരിക എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഗസ് ചെയ്ത് കണ്ട് ചില വാക്കുകളൊക്കെ നോക്കുന്നു. നിങ്ങൾ പുസ്തകം എല്ലാ വാക്കുകളും വായിച്ച് പഠിക്കുക. പരീക്ഷയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് മുഴുവനായിട്ട് വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾ കൂട്ടി കൂട്ടി വായിച്ച് ലാസ്റ്റ് ആ വാക്ക് മുഴുവനായിട്ട് വായിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തത് മൂന്നാമതായിട്ട് വിട്ടുപോയ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം എന്നാണ്. നമ്മൾ ഫസ്റ്റത്തെ ചിത്രത്തിൻ്റെ അതെന്നല്ല, അത് തന്നെ സംഭവം. ഇവിടെ ചിത്രമില്ല എന്നുള്ളൂ, വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, അതാണ് നമ്മൾ ചേർത്ത് വായിച്ചു കൊടുക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ എഴുതി തരാം. പക്ഷേ മറ്റേ അത് കിതാബത്ത് എഴുത്ത് പരീക്ഷയ്ക്ക് നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ, വായനാ പരീക്ഷയ്ക്ക് എഴുതേണ്ട ആവശ്യമില്ല. അതാണ് വായിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഒന്നാമത്തെ നോക്കൂ, തുയൂ എന്ന് ഇവിടെ ഉണ്ട്. ഇതാ ഒന്നാമത്തത് തുയൂ എന്നുണ്ട്. അതിനൊരു വാക്ക് അങ്ങനെ അത് തന്നെ ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ലാസ്റ്റ് വാക്ക് ഓർമ്മ വരും. എന്താണ്? റുൻ എന്നാണ് അല്ലേ? തുയൂറുൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, തുയൂറുൻ. പിന്നെ അതേപോലെ തന്നെ അടുത്ത് വേറൊന്ന് ദു, രണ്ടാമത്തത് ഇവിടെ ദുബാ. എന്താണ് ബാക്കി? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ദുബാബുൻ എന്നാണ്, ദുബാബുൻ. ഇനി ഇതേപോലെ വേറെ അക്ഷരം വരുന്ന വാക്കുകളുണ്ടെങ്കിൽ അതും വായിച്ചു കൊടുക്കുക. പിന്നെ അടുത്തത് സറാ എന്ന് ഇവിടെ ഉണ്ട്, മൂന്നാമത്തത് സറാ. അത് നമുക്കറിയാം അല്ലേ? എന്താണ്? ഫത്തുൻ, സറാഫത്തുൻ എന്നാണ്, സറാഫത്തുൻ. പിന്നെ നാലാമത്തതോ അസ്വാ എന്ന് ഇവിടെ ഉണ്ട്, അസ്വാ. എന്താണ്? ജുൻ എന്നാണ്, അസ്വാജുൻ, അസ്വാജുൻ. പിന്നെ അഞ്ചാമത്തത് അസ്സലാ. നമുക്ക് സിമ്പിൾ, നമുക്കറിയണ ഒരു വാക്ക് തന്നെയാണ് അല്ലേ? അപ്പോൾ അസ്സലാമു, മൂന്നാണ് അവിടെ ചേർത്ത് വായിച്ചു കൊടുക്കേണ്ടത്, അസ്സലാമു. പിന്നെ ആറാമത്തത് എന്താണ്? സ്വാബു എന്നിവിടെ ഉണ്ട്. ഏത് അക്ഷരമാണ് ചേർക്കേണ്ടത്? നുന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ എന്തായി? സ്വാബൂനുന്നായി. അപ്പോൾ നമ്മളിത് വായിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെ വായിക്കാം? തുയൂറുൻ, ദുബാബുൻ, സറാഫത്തുൻ, അസ്വാജുൻ, അസ്സലാമു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അൽ സലാമു എന്ന് വായിക്കരുത് എന്നുള്ളതാണ്. ലാമ് കാണുമ്പോഴേക്കിന് അല്ല് ചേർത്ത് വായിക്കരുത്. പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് അൽ എന്ന് പറയുന്നതും അല്ല് പറയാതെ അതിൻ്റെ തൊട്ടടുത്ത അക്ഷരത്തിന് ശ്രദ്ധ ചേർത്ത് പറയുന്നതൊക്കെ ഉണ്ടാവും. രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കൾ അത് ഏതൊക്കെ അക്ഷരങ്ങളാണ് കുട്ടികൾക്ക് പ്രത്യേകം ഇനി മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ലെങ്കിൽ അതല്ല വാക്കുകൾ അങ്ങനെ വായിച്ചിട്ട് തന്നെ പഠിപ്പിക്കുക. അസ്സലാമു എന്നാണ്, അൽ സലാമു എന്ന് വായിച്ച തെറ്റാണ്, അസ്സലാമു. പിന്നെ സ്വാബൂനു എന്നാണ് ആറാമത്തത്. അപ്പോൾ അതങ്ങനെയൊക്കെ വായിക്കാം. ഇനി നാലാമത്തത് നോക്കൂ, ഇതെന്താണ്? കള്ളികളിലുള്ള പദങ്ങൾ ശ്രദ്ധിച്ചു വായിക്കാം. കള്ളികളിലുള്ള പദങ്ങൾ ശ്രദ്ധിച്ചു വായിക്കാം. ശ്രദ്ധിച്ചു വായിക്കാം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, എന്തോ അവിടെ സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സാധാരണ കാണുന്നത് പോലെ എന്തെങ്കിലും അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ടാകും. അത് സ്പെഷ്യൽ വാക്കുകൾ ഇക്കാരം അല്ലേ? അതിൽ ഒന്നാമത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതാണ്? അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇതെങ്ങനെയാണ് വായിക്കുക? ദാ മലായിക്കത്തുൻ എന്നാണ് വായിക്കുക. എന്താ വായിക്കുക? മലായിക്കത്തുൻ, മലായിക്കത്തുൻ. ശ്രദ്ധിക്കുക. അടുത്തത് അതേപോലെ തന്നെ വളരെ സ്പെഷ്യലാണ്. ചിലപ്പോൾ ചില കുട്ടികൾക്കൊന്നും ഇത് വായിക്കാൻ കിട്ടൂല. അലമറ എന്നൊക്കെ വായിക്കും. ശ്രദ്ധിക്കണം, ഇതെന്താണ്? ഇത് ഖുർആനിലുള്ള സ്പെഷ്യൽ ആയത്തുകളാണല്ലോ അല്ലേ? അക്ഷരങ്ങളാണത്. അത് നമ്മൾ എങ്ങനെ വായിക്കുക? ഫസ്റ്റത്തെ അലിഫാണ്. അപ്പോൾ അലിഫ് എന്ന് വായിക്കാം.
പിന്നെ രണ്ടാമത്തേത് ലാമാണ് അല്ലേ, ലാം. അപ്പോൾ അലിഫ് ലാം. പിന്നെ മീമാണ്. മീമിൻ്റെ അവിടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അത് നീട്ടാനാണെന്നൊക്കെ ഉസ്താദ്മാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അലിഫ് ലാം മീം. പിന്നെ ലാസ്റ്റത്തെ അക്ഷരം ഏതാണ്? റ ആണ് അല്ലേ, റ. അപ്പോൾ ഇനി അതെങ്ങനെ വായിക്കാം, ഞാനത് വേറെ ഒന്ന് എഴുതി കാണിച്ചു തരാം. ഇങ്ങനത്തെ വാക്കുകൾ വരുമ്പോൾ അത് അക്ഷരങ്ങൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഫസ്റ്റത്തെ അക്ഷരം ഏതാ? അലിഫാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വെറുതെ എഴുതി തരുന്നത് മാത്രം. അലിഫാണ് ഫസ്റ്റത്തെ അക്ഷരം. അപ്പോൾ അലിഫ്, അതങ്ങനെ വായിക്കുക. പിന്നെ അടുത്തത് ലാമാണ് രണ്ടാമത്തെ അക്ഷരം അല്ലേ. അപ്പോൾ ലാം എന്നാണ് വായിക്കേണ്ടത്. ഞാൻ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ നീട്ടാനൊരു സാധനം ഇട്ടുണ്ട്. അപ്പോൾ അത് നീട്ടണം. നീട്ടാൻ വേണ്ടി ഇങ്ങോട്ട് അത് ഇവിടെ ഇടാണ്. പിന്നെ അടുത്തത് മീമാണ് അടുത്ത അക്ഷരം. എന്താ? മീമാണ്. അപ്പോൾ അത് മീം അല്ലേ. അതും ഇത് അവിടെ നീട്ടാനുണ്ട്. അപ്പോൾ അവിടെ നീട്ടുക. അപ്പോൾ അതെങ്ങനെ വായിക്കും? ഇത് ഖുർആനിലെ ആയത്തായതുകൊണ്ട് ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് ആ നിയമങ്ങളടക്കം പാലിച്ചെങ്ങാണ്ട് വേണം നമ്മൾ വായിക്കാൻ. എങ്ങനെ വായിക്കും? അലിഫ് ലാം മീം എന്നാണ് വായിക്കുക. എങ്ങനെ? അലിഫ് ലാ, നീട്ടും വേണം. പിന്നെ രണ്ട് മീമുകൾ അടുപ്പിച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് കുറച്ച് നേരം മണിച്ച് നിൽക്കണം. രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അതുപോലെ പഠിപ്പിക്കുക. അലിഫ് ലാം മീം, അങ്ങനെയാണ്. ഇനി അടുത്തതും അതേപോലെ നോക്കുക. നമ്മൾ ഫസ്റ്റത്തെ അക്ഷരം ഏതാ? ഞാൻ ജസ്റ്റ് 2 ഉദാഹരണം കാണിച്ചു തന്നത് മാത്രം. ഏതാണ്? അലിഫാണ്. അപ്പോൾ അലിഫ്. പിന്നെ അടുത്തത് ലാമാണ്. അപ്പോൾ ലാം. ലാമിൻ്റെ അവിടെ നീട്ടാനുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നീട്ടുക. അലിഫ് ലാം. പിന്നെ മീമും നീട്ടാനുണ്ടാവും അല്ലേ. മീമാണ് അടുത്തത്, അത് നീട്ടാനുണ്ട്. പിന്നെ റ ആണ്. റ ഇനി നീട്ടാനൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ വായിക്കും? അലിഫ് ലാം മീം റ. നീട്ടാൻ പാടില്ല. നീട്ടാനുള്ള ആ ചിഹ്നമുള്ള കൊടുത്ത് നീട്ടിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അക്ഷരങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. നീട്ടേണ്ട ആ ചിഹ്നം കാണുകയാണെങ്കിൽ അതിൽ നീട്ടുക. പിന്നെ അടുത്തത് മൂന്നാമത്തെ എന്താണ്? ഇതെന്താ വായിക്കുക? ഈസ എന്നാണ് വായിക്കുക. ഈസ. അവിടെ യാ കണ്ടുകൊണ്ട് സി എന്ന് വായിക്കരുത്. ഈസ, അതാണ് അടുത്തത്. പിന്നെ അടുത്തത് വലിയൊരു ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇതും ഖുർആനിലെ ആയത്തെ നമുക്കൊക്കെ അറിയുന്നതാണ്. ഫാത്തിഹയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് എങ്ങനെ വായിക്കും? അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെയാണ് വായിക്കേണ്ടത്. ഇനി ഇവിടെ നാലാമതായിട്ട് അത് അഞ്ചാമത്തേതാണ്. ട്രെയിനിലുള്ള അക്ഷരങ്ങൾ വായിക്കാം എന്നാണ് അല്ലേ. ട്രെയിനിലുള്ള അക്ഷരങ്ങൾ വായിക്കാം. ഇതാ ഇവിടെ ഒരു അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ വായിക്കാനാണ്. അക്ഷരങ്ങൾ ചിലതൊക്കെ ഒരേപോലെ കണ്ടാൽ തോന്നും, പക്ഷെ പുള്ളി കൊണ്ടൊക്കെയാണ് വ്യത്യാസം ഉണ്ടാവുക. അതൊക്കെ മനസ്സിലാക്കണം. ഫസ്റ്റത്തെ ഏതാ? ഇതെന്താ വായിക്കുക? തോ ആണല്ലേ. തോ എന്നാണ് വായിക്കുക. പിന്നെ തോ, അതേപോലെ സ്വാദും തോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറലുണ്ട്. അത് മാറരുത്. തോ. പിന്നെ ഇത് ലോ ആണ്. ലോ തോ ലോ, അങ്ങനെ വായിക്കാം. അടുത്തത് എന്താണ്? ഐനാണ്. പുള്ളില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഐൻ, അതാണ് അക്ഷരം. പിന്നെ അടുത്തത് എന്താണ്? ഖോഫാണ്. ഖോഫ്. അതേപോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസം ഉണ്ടാവുക. ഇത് കാഫ് എന്നാണ്. കാഫ്. അപ്പോൾ തോ ലോ ഐൻ ഖോഫ് കാഫ്, അതാണ് പറയേണ്ടത്. ഇതൊക്കെയാണ് അക്ഷരങ്ങൾ വായിക്കാനുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.